ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നമ്മുടെ ചാനൽ എല്ലാ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നിഫ്റ്റി ഇന്നലെ 52 വീക്ക് ഹൈയിലാണ് ഉണ്ടായിരുന്നത്. HDFC, റിലയൻസ് ഉൾപ്പെടെയുള്ള കമ്പനീസ് നിഫ്റ്റീനെ ഇന്നലെ ശക്തമായ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോയി. പ്രധാനമായിട്ടും ഈ US മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റും എസ്പെഷ്യലി ഇന്നലെ ജപ്പാൻ മാർക്കറ്റെല്ലാം തന്നെ 2.3% ഒരു റാലി ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം കാര്യങ്ങൾ ടേൺ തിരിഞ്ഞു. ഇവിടെയല്ല, അങ്ങ് US മാർക്കറ്റ് ഇന്നലെ അവിടുത്തെ ഡോയെല്ലാം തന്നെ ഓൾ ടൈം ഹൈയിൽ നിന്ന് അല്ലെങ്കിൽ ഡേ ഹൈയിൽ നിന്നെല്ലാം തന്നെ ഒരു 1000 പോയിൻ്റ് ഒരു ഫോളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സിവിയർ ഫോൾ ഡേ ഹൈയിൽ നിന്നാണ് കണ്ടുവരാൻ നമുക്ക്. US മാർക്കറ്റ് കാണാൻ ഏറ്റവും താഴെ നമ്മൾ കാണുന്നത് US വിക്സ് സ്പൈക്കായതാണ് 8%. നാസ്ഡാക്ക് 2% ഫോളായി 500 പോയിൻ്റ് അടുത്ത്. ഡോ ഏകദേശം 1% അടുത്ത് ഫോളായി. യൂറോപ്യൻ മാർക്കറ്റ് ഫ്ലാറ്റായ രീതിയിൽ പോസിറ്റീവായ രീതിയിൽ ക്ലോസ് ചെയ്തു. നിക്കി ജപ്പാൻ മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 1000 പോയിൻ്റ് ഇടിവിലാണ് 2%. കൊറിയ 3% ഇടിഞ്ഞു. ചൈന ഇടിഞ്ഞു. ഓസ്ട്രേലിയ 1% ഇടിഞ്ഞു. ഗോൾഡ് $13 ഇടിഞ്ഞ് 4063. ബ്രന്റ് ഓയിൽ ഏറ്റവും കഷ്ടം ബിറ്റ്കോയിനാണ്. ബിറ്റ്കോയിൻ കാണാം $5000 ആണ് ഇടിഞ്ഞ് ബിറ്റ്കോയിൻ 87,000 പോയി. എവിടെ നിന്ന് തുടങ്ങിയ ഇടിവാണ് ബിറ്റ്കോയിൻ്റെ. ഡോ ഫ്യൂച്ചർ എന്നാൽ ഇപ്പോൾ സ്റ്റേബിളായ നിലയിൽ നിൽക്കുന്നു. നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ക്ലോസിംഗ് ഉണ്ടായിരുന്നത് 26,235. സ്പോട്ട് ഇപ്പോൾ ഉള്ളത് 26,141 എന്ന നിലയിലാണ്. ഈവൻ US ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് പോസിറ്റീവാണെങ്കിൽ കൂടിയും നമ്മൾ കണ്ടു ഏഷ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ സിവിയർ സെല്ലിംഗ് പ്രഷറിലും US മാർക്കറ്റ് ഒരു ടേൺ പോയതായിട്ടും കാണാനായിട്ട് സാധിച്ചു. കൂടാതെ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത US കമ്പനികളുടെ അവസ്ഥ നോക്കാം. US കമ്പനികൾ കാണാം അസഞ്ചർ, എൻവിഡിയ, ആമസോൺ, ഗൂഗിൾ, ആപ്പിൾ, ഫേസ്ബുക്ക്, മൈക്രോസോഫ്റ്റ്, ടെസ്ല, ഇൻഡൽ, നെറ്റ്ഫ്ലിക്സ് എല്ലാത്തിലും സിവിയർ സെല്ലിംഗ് പ്രഷർ. ഇനി US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഇൻഫോസിസ് 1% ഇടിഞ്ഞിരുന്നു. ഡോക്ടർ റെഡ്ഡി 1% ഇടിഞ്ഞിരുന്നു. HDFC ബാങ്ക് എക്സ്റ്റൻഡ് അവേഴ്സിൽ ഏകദേശം 1.9% ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു കണ്ടീഷൻ. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളിൽ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. അതുപോലെ തന്നെ നമ്മൾ മാർക്കറ്റ് സമയത്ത് നമ്മൾ ടെലഗ്രാം ന്യൂസ് ഷെയർ ചെയ്യുന്ന ഒരു ടെലഗ്രാം ചാനലുണ്ട്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടൻറ്റ് ഷെയർ ചെയ്യുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട്. രണ്ടും നിങ്ങൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ലിങ്ക് തന്നെയുണ്ട്. ക്ലിക്ക് ചെയ്ത് മാത്രം ഫോളോ ചെയ്യുക. റിലയൻസ് കമ്പനി അവർ റഷ്യയിൽ നിന്ന് ഇനി ഓയിൽ വാങ്ങുന്നില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി. ഹ്യുണ്ടായി മോട്ടേഴ്സ് അവർ 21 കോടി രൂപയാണ് TN വിൻഡ് ഫാമിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. TCS IT കമ്പനി TCS TPG ഗ്രൂപ്പായിട്ടൊരു 18,000 കോടി രൂപയുടെ AI ഇൻവെസ്റ്റ്മെൻറ്റ് കരാറിൽ സൈൻ ചെയ്തു. AWL അഗ്രി ബിസിനസ് അദാനി ഗ്രൂപ്പ് ഈ കമ്പനിയുടെ 7% സ്റ്റേക്ക് വിട്ടുമാറുന്നു എന്നുള്ള ന്യൂസുണ്ട്. മാക്സ് വെഞ്ചേഴ്സ് കമ്പനി മാക്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡിംഗ് ഈ മാക്സ് വെഞ്ചേഴ്സിൻ്റെ സ്റ്റേക്ക് വിറ്റുമാറുന്നു എന്നുള്ള ന്യൂസ്. സാക്കിൽ പ്രീപെയ്ഡ് കമ്പനി 36 മാസത്തെ ഒരു കോൺട്രാക്റ്റ് ബിബ ഫാഷൻ ലിമിറ്റഡായിട്ട് സൈൻ ചെയ്തു. ഡി ദേവ് പ്ലാസ്റ്റിക് കമ്പനി 3000 മെട്രിക് പെർ ആനം കപ്പാസിറ്റി ആയിട്ട് ഇവരുടെ നിലവിലുള്ള പ്ലാന്റ് എക്സ്പാൻഡ് ചെയ്യാൻ കമ്പനി തീരുമാനിച്ചു. ആൽക്കം ലാബ് പുതിയ മെഡിസിന് ഇന്ത്യൻ ഡ്രഗ് കൺട്രോൾ അതോറിറ്റി അംഗീകാരം കൊടുത്തു. ഊർജ ഗ്ലോബൽ കമ്പനി ഇവർ സോളാമിൻഡ് എനർജി ആയിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. കൊട്ടക് ബാങ്ക് സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ബോർഡ് മീറ്റിംഗ് നടക്കുന്നുണ്ട്. M&Mൻ്റെ ബോർഡ് അംഗങ്ങൾ പറഞ്ഞിരിക്കുന്നത് പുതിയ കാർ അവർ ഈ ആഴ്ച ലോഞ്ച് ചെയ്യും എന്നുള്ളതാണ്. അടുത്തിടെ EV സെഗ്മെൻറ്റിൽ BE6 പോലെയുള്ള ഡിസൈനിൽ വളരെയധികം മികവുറ്റ ഡിസൈൻ കൊണ്ടുവന്ന് ഇന്ത്യൻ വാഹന വിപണിയിൽ താറിന് ശേഷം XUV 700 ശേഷം എല്ലാം തന്നെ മികച്ച മുന്നേറ്റം നടത്തിയ കമ്പനിയുടെ ഈ ഒരു EVയുടെ പുതിയ പ്രൊഡക്റ്റ് ഏതാണെന്ന് കാത്തിരിക്കുകയാണ് വാഹന വിപണിയും ഓഹരി വിപണിയും. വൈകിട്ട് 7 മണിക്ക് നമുക്ക് ലൈവ് ഉണ്ടെന്ന്. അപ്പോൾ ഇന്ന് ലൈവിൽ തീർച്ചയായിട്ടും വരിക, നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക. വൈകിട്ട് 7 മണിക്ക് നമുക്ക് ഇന്ന് കൃത്യം നമുക്ക് യൂട്യൂബ് ലൈവിൽ കാണാം. താങ്ക് യു.